السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين. أما بعد، سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഏവർക്കും ഉസ്വത്തുൽ ഹസന ഓൺലൈൻ പഠന കോഴ്സിലേക്ക് സ്വാഗതം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാനോ അറിയാനുമാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ബിസ്മി എന്നുള്ളത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരു മുഹിബ്ബിനും തന്റെ ജീവിതത്തിൽ നിന്ന്, തന്റെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നിന്ന് ബിസ്മിയെ മാറ്റി നിർത്താൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ A to Z കാര്യങ്ങളിൽ ബിസ്മിയെ നാം കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നതും നമുക്ക് പഠിപ്പിച്ചു തന്നതും. നിത്യജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഏത് സമയത്തിലും ഏത് സാഹചര്യത്തിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന, നമുക്ക് പകർത്താൻ എളുപ്പമുള്ള ഒരു കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സുന്നത്ത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചല്ലോ, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മി ചൊല്ലി തുടങ്ങാത്ത ഏതൊരു കാര്യവും, ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏതൊരു കാര്യവും ഫഹുവ അബ്തർ, അത് ബറക്കത്തറ്റുപോയതാണ്, അത് ഖൈറ് മുറിഞ്ഞു പോയതാണ്, അത് നഷ്ടമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദീനിന്റെ അടിസ്ഥാനമാണ്, നമ്മുടെ കർമ്മങ്ങളുടെ കാതലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. ഒരു മുഹിബ്ബിനെ സംബന്ധിച്ചിടത്തോളം ബിസ്മി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ സാധ്യമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി പതിവാക്കിയിരുന്നു. അതുകൊണ്ട് നമുക്കും ബിസ്മിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ ഏതൊരു കാര്യവും ബിസ്മി കൊണ്ടായിരിക്കണം നാം ആരംഭിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി വായിക്കാൻ പറ്റുന്നതെല്ലാം വായിക്കാം, ബിസ്മി ചൊല്ലി കഴിക്കാൻ പറ്റുന്നതെല്ലാം കഴിക്കാം, ബിസ്മി ചൊല്ലി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാം. അങ്ങനെ ബിസ്മിയിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 അക്ഷരങ്ങളാണുള്ളത്. നരകത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു തആല പറഞ്ഞത് അലൈഹാ 19, ആ നരകത്തിന് കാവൽ ഭടന്മാരായി ആ നരകത്തിനുമേൽ 19 മലക്കുകളെ, സബാനിയത്തിന്റെ മലക്കുകളെ നാം നിർത്തിയിട്ടുണ്ട് എന്നാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും
വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിന്റെ കൽപ്പനക്ക് എതിര് ചെയ്യാത്ത, സദാസമയത്തും സർവ വിഷയങ്ങളിലും സൃഷ്ടാവായ യജമാനനായ റബ്ബിനെ അനുസരിക്കുന്ന അതിശക്തരായ മലക്കുകൾ ആ നരകത്തിനു മേലിലുണ്ട്. അലൈഹാ തിസ്അത അശർ. ആ നരകം കാക്കുന്ന മലക്കുകൾ, കാവൽ ഭടന്മാർ 19 ആളുകളാണ്. ബിസ്മിയിലെ അക്ഷരങ്ങളും ബിസ്മിയിലെ ഹർഫുകളും 19 എന്ന് പറഞ്ഞാൽ ബിസ്മി നരകത്തിൽ നിന്നും നമുക്കുള്ള പരിചയാണ്, മോചനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 നരകത്തെ കാക്കുന്ന മലക്കുകളും 19. ഓരോ ഹർഫും നരകത്തിലെ ഓരോ മലക്കിനെ തൊട്ട് നമുക്ക് രക്ഷയാണ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പതിവാക്കുന്ന ആളുകൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടു നടക്കുന്ന ആളുകൾ, ബിസ്മിയുടെ അഹ്ലുകാർ, ബിസ്മിയുടെ മുഹിബ്ബുകൾ, അവർക്ക് നരകമോചനം ഉറപ്പാണ്. നരകത്തിൽ നിന്നുള്ള കാവൽ സംശയമില്ല. അള്ളാഹു നമുക്ക് നരകത്തിൽ നിന്ന് കാവൽ പ്രദാനം ചെയ്യട്ടെ. ബിസ്മിയുടെ അഹ്ലുകാരിൽ റബ്ബ് നമ്മയെല്ലാം ചേർത്തി തരട്ടെ. ഇങ്ങനെ നരകത്തിൽ നിന്നും അതോടൊപ്പം പിശാചിൽ നിന്നുമുള്ള കാവലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നാം ബിസ്മി ചൊല്ലണം. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഏതൊരു നല്ല കാര്യം നാം ആരംഭിക്കുമ്പോഴും തുടക്കം കുറിക്കുമ്പോഴും അതിന്റെ ആരംഭത്തിൽ, പ്രാരംഭഘട്ടത്തിൽ ബിസ്മി ചൊല്ലണം. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ടവർ പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തിന്റെ പാത്രം അത് കുടിക്കുന്ന സമയത്ത്, അതിനെ കൊഴിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ ബിസ്മി ചൊല്ലണം. ഭക്ഷണത്തലിക മൂടി വെക്കുമ്പോ, അതെടുക്കുമ്പോ, അത് ഉപയോഗിക്കുമ്പോ എല്ലാം നിങ്ങൾ ബിസ്മി ചൊല്ലണം. ചുരുക്കി പറഞ്ഞ ഏതൊരു കാര്യത്തിനും ബിസ്മി ആയിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. ചെരിപ്പിടുമ്പോ ബിസ്മി ചൊല്ലണം, മിസ്വാക്ക് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണം, മോതിരം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, തലമുറക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഏതൊരു നിഅമത്തിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. ഒന്നരായ അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറ മദീനയെ നമുക്ക് കേരളത്തിൽ കാണിച്ചു തന്ന, തിരുനബിയുടെ ജീവിതം നമുക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട മുത്തബിഉസ്സുന്ന അത്തിപ്പറ്റ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറ, ബഹുമാനപ്പെട്ടവര് വലത്തെ കൈകൊണ്ട് മാത്രമായിരുന്നു ഒരു ഫാനിന്റെ, ഒരു ലൈറ്റിന്റെ ഒക്കെ സ്വിച്ച് ഇടാറുള്ളത്. ഇടത്തെ കൈ കൊണ്ട് ആരെങ്കിലും നമുക്ക് ഇടുന്നത് കണ്ടാൽ അത് ഓഫാക്കിപ്പിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഇടിപ്പിക്കുമായിരുന്നു. കാരണം വെളിച്ചം, കാറ്റ്, അതൊക്കെ റബ്ബിന്റെ നിഅമത്താണ്. ആ നിഅമത്തിനെ ഉപയോഗിക്കുമ്പോൾ ബിസ്മി ചൊല്ലി വലത്തെ കൈ കൊണ്ടായിരിക്കണം ഇടേണ്ടത് എന്ന് അത്തിപ്പറ്റ ഉസ്താദ് പറയാറുണ്ടായിരുന്നു. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അവര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ അഫ്ആലുകളിലും ഹറകാത്ത് സക്കനാത്തുകളിലും ഇത്തിബാ ചെയ്തവരായിരുന്നു. അല്ലാഹു തആല അവരൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മയെല്ലാം നന്നാക്കി തരട്ടെ. ഇങ്ങനെ ബിസ്മിക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മിയുടെ പോരിച്ചകളെ ഏറെയേറെ എണ്ണി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശ ലോകങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫറഅയ്തു ഫീഹ അർബഅതു അൻഹാർ, 4 പുഴകളെ, 4 നദികളെ ഞാൻ അവിടെ കണ്ടു. നെഹ്റം മിൻ മാ, ഒന്ന് വെള്ളത്താലുള്ള നദിയാണ്, പുഴയാണ്. വനഹ്റം മിൻ ലബൻ, ഒന്ന് പാലിനാലുള്ള നദിയാണ്, പുഴയാണ്. വനഹ്റം മിൻ ഖംർ, മറ്റൊന്ന് കള്ളിനാലുള്ള, മദ്യത്താലുള്ള ഒരു പുഴയാണ്. വനഹ്റം മിൻ അസൽ, 4മത്തത് തേനിനാലുള്ള ഒരു പുഴയാണ്, നദിയാണ്. ഫഖുൽതു യാ ജിബ്രീൽ, അപ്പോൾ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മിൻ ഐന തജിഉ ഹാദിഹിൽ അൻഹാർ, ഈ 4 നദികളും എവിടെ നിന്നാണ് വരുന്നത്? വഇലാ ഐന തദ്ഹബു, ഈ 4 നദികളും എങ്ങോട്ടേക്കാണ് പോകുന്നത്?
ഖാൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു തദ്ഹബു ഇലാ ഹൗദിൽ കൗസർ, ഈ 4 നദികളും ഒഴുകി ചെന്നെത്തുന്നത് അതിന്റെ ലാസ്റ്റ് പോയിന്റ് അത് ഹൗദുൽ കൗസറാണ്. വല അദ്രി മിൻ ഐന തജിഉ, ഇത് എവിടെ നിന്നാ വരുന്നത്, ഇതിന്റെ ഉറവിടം സോയ്സ് എവിടെയാണ് അതെനിക്കറിയില്ല. അതുകൊണ്ട് നബിയെ ഫദ്ഉല്ലാഹ തആല ലിയുഅല്ലിമക, എവിടെയാണ് ആ 4 നദിയുടെയും ഉറവിടം, അതിന്റെ പ്രാരംഭം, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് എന്നറിയാൻ നിങ്ങൾ റബ്ബിനോട് പറയുക, റബ്ബിനോട് ചോദിക്കുക, നിങ്ങളൊന്ന് ദുആ ചെയ്യുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ഫജഅ മലക്കുൻ ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല നിയോഗിച്ച ഒരു മലക്ക് വരികയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാം ചൊല്ലുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മിൽ ഐനൈക, നിങ്ങളുടെ 2 കണ്ണുകളും നിങ്ങൾ അടക്കുക, നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ അടക്കി പിടിക്കുക, പൂട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ എൻ്റെ 2 കണ്ണുകളും അടച്ചു. പിന്നെ എന്നോട് ആ മലക്ക് പറഞ്ഞു, ഇഫ്തഹ് ഐനൈക, നിങ്ങൾ കണ്ണു തുറക്കൂ നബിയെ. ഞാൻ കണ്ണു തുറന്നു. ഞാനിങ്ങനെ കണ്ണു തുറന്നപ്പോ ഞാൻ എത്തിയത് ഒരു നല്ല മരത്തിന്റെ അടുത്താണ്, ഒരു നല്ല ശജറത്തിന്റെ അടുത്താണ്, ഒരു നല്ല ശജറയുടെ അടുത്താണ്. ആ നല്ല ശജറയുടെ അടുത്ത് ഒരു വെളുത്ത മുത്ത് ഞാൻ കാണുകയാണ്. വെളുത്ത മുത്തിനാലുള്ള ഒരു കുബ്ബ, ഒരു മിനാരം ഞാൻ കാണുകയാണ്. ഒരു നല്ല മരം, ഒരു നല്ല ശജറ, ആ നല്ല ശജറയുടെ അടുത്ത് ഒരു വെളുത്ത മുത്തിനാലുള്ള കുബ്ബ, മിനാരം ഞാൻ കാണുകയാണ്. വലഹാ ബാബുൻ മിൻ ദഹബി അഹ്മർ, ആ കുബ്ബക്ക് ഒരു നല്ല സ്വർണ്ണത്താലുള്ള നല്ലൊരു വാതില് പണിതു വെച്ചിട്ടുണ്ട്. ലൗ അന്ന ജമീഅ മാ ഫി ദുനിയ മിനൽ ജിന്നി വൽ ഇൻസി വദഉ അലാ തിൽകൽ കുബ്ബ ലകാനു മിസ്ല ത്വാഇരിൻ ജാലിസിൻ അലാ ജബൽ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജിന്നുകളും ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണെങ്കിൽ പോലും ഒരു മലമുകളിൽ ഇരിക്കുന്ന പക്ഷിയെ പോലെ മാത്രമേ അവർക്കതുണ്ടാവുകയുള്ളൂ. അത്രമേൽ വിശാലമായ, എന്നാൽ ഏറെ സൗന്ദര്യമുള്ള, ഏറെ പരിശുദ്ധമാക്കപ്പെട്ട, വെളുത്ത മുത്തിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു കുബ്ബ, ഒരു മിനാരം. ആ മിനാരത്തിനൊരു വാതിലുണ്ട്. ഞാൻ ആ മിനാരത്തിന്റെ അടുത്ത് നിന്ന് മിനാരമൊക്കെ നോക്കിക്കണ്ടു, എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ മലക്കിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പോകാം. ആ സമയത്ത് ഖാല ലി ദാലിക്കൽ മലക്, ആ മലക്കിനോട് ചോദിച്ചു, ലിമ ലാ തദ്ഖുലുൽ കുബ്ബ, നബി തങ്ങളെ, അങ്ങ് എന്തായി കുബ്ബന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്തത്? അങ്ങേക്ക് ആ കുബ്ബക്കകത്തേക്ക് കയറാൻ ആഗ്രഹമില്ലേ? കൈഫ അദ്ഖുലു, ഞാൻ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോൾ മലക്ക് പറഞ്ഞു, മിഫ്താഹുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ വെളുത്ത മുത്തിനാൽ നിർമ്മിക്കപ്പെട്ട കുബ്ബയിലേക്കുള്ള കവാടം, ആ കവാടത്തിന്റെ താക്കോൽ, അതിന്റെ മിഫ്താഹ്, അതിന്റെ കീ, മിഫ്താഹുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ ചാവി, അതിന്റെ കീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. അങ്ങനെ ഞാൻ ബിസ്മി ചൊല്ലി അതിന്റെ അടുത്ത് നിന്നു. അതിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഫദഖൽതു ഫിൽ ഖുബ്ബ, ഞാൻ ആ കുബ്ബക്കകത്തേക്ക് കയറി. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, ആ കുബ്ബയുടെ അകത്തേക്ക് ഞാൻ അങ്ങ് പ്രവേശിച്ചപ്പോൾ ഫറഅയ്തു ഹാദിഹിൽ അൻഹാറ തജ്രി മിൻ അർബഅത്തി അർകാനിൽ ഖുബ്ബ, ഈ കുബ്ബക്കുള്ളിലെ 4 മൂലകളിൽ നിന്നും ഈ 4 നദികളും പുറപ്പെടുന്നതായിട്ട്, അത് ഒഴുകുന്നതായിട്ട്, അതിന്റെ ഉറവസ്ഥാനമായിട്ട് ഞാൻ കാണുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് വല്ലാത്ത അത്ഭുതമായി, സന്തോഷവുമായി. വറഅയ്തു മക്തൂബൻ അലാ അർബഅത്തി അർകാനിൽ ഖുബ്ബത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ കുബ്ബക്കകത്തെ 4 മൂലകളിൽ നിന്നാണ് ഈ 4 നദി ഒഴുകി തുടങ്ങുന്നത്. ഈ 4 മൂലകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല വറഅയ്തു നഹറൽ മാഇ, ആദ്യത്തെ നദിയാകുന്ന വെള്ളത്തിന്റെ നദി,
യഖ്റുജു മിൻ മീമി ബിസ്മില്ലാ, ബിസ്മില്ലാഹിയിലെ മീമിൽ നിന്നാണ് ആ നദി പുറപ്പെടുന്നത്. വറഅയ്തു നഹ്റൽ ലബൻ, പാലിന്റെ പുയ നദി പുറപ്പെടുന്നത് യഖ്റുജു മിൻ ഹാഇ അല്ലാഹ്, അല്ലാഹ് എന്നതിലെ ഹായിൽ നിന്നാണ്. വനഹ്റുൽ ഖംർ യഖ്റുജു മിൻ മീമി അർ-റഹ്മാൻ, അർ-റഹ്മാൻ എന്നതിലെ മീമിൽ നിന്നാണ് കള്ളിനാലുള്ള പുയ പുറപ്പെടുന്നത്. വനഹ്റുൽ അസലി, തേനിനാലുള്ള പുയ പുറപ്പെടുന്നത് മിൻ മീമി റഹീം, റഹീം എന്ന ഇസ്മിലെ ആ മീമിൽ നിന്നാണ്. ഇങ്ങനെ നാല് ഇസ്മിയുടെ 4 ഭാഗങ്ങളിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. അതെനിക്ക് വല്ലാത്ത അത്ഭുതമായി. ചുരുക്കി പറഞ്ഞ ഫഅലിംതു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ മനസ്സിലാക്കി അന്ന അസുല ഹാദിഹിൽ അൻഹാർ അൽ-അർബഅ, ഈ 4 നദികളുടെയും അസുല്, ഈ 4 നദികളുടെയും അസുല് മിനൽ ബസ്മലത്തി, ബിസ്മിയിൽ നിന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊക്കെ കഴിഞ്ഞപ്പോ ഫഖാല അല്ലാഹു അസ്സ വജൽ, യജമാനനായ റബ്ബനോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ദക്കറനി ബിഹാദിഹിൽ അസ്മാ മിൻ ഉമ്മത്തിക, ഈ ഇസ്മുകൾ ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഇസ്മുകൾ ചൊല്ലി നിങ്ങളെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എന്നെ ഓർത്താൽ, എങ്ങനെ? ബിഖൽബിൻ ഖാലിസിൻ, നിഷ്കളങ്കമായ നല്ല മനസ്സോടുകൂടെ എന്നെ ഓർത്തു. ഫഖാല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവൻ ബിസ്മി ചൊല്ലുകയും ചെയ്താൽ സഖൈതുഹു മിൻ ഹാദിഹിൽ അൻഹാർ, അവനെ നാളെ ഈ 4 നദികളിൽ നിന്നും ഞാൻ ഓശാരമായി കുടിപ്പിക്കുമെന്ന് സ്നേഹനിധിയായ റബ്ബ് തആല പറയുകയാണ്. യാ അല്ലാഹ്, എന്ത് അത്ഭുതമാണ്! അത്ഭുതങ്ങളുടെ കലവറയാണ്, സിറുൽ അസ്റാറാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് ബിസ്മി ദീനിന്റെ അസ്ലാണ് എന്ന് മനസ്സിലാക്കി. ആശിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, തിരുനബിയെ സ്നേഹിക്കുന്ന മഹബ്ബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീവിതത്തിന്റെ A to Z മിനൽ അലിഫി ഇലൽ യാഇ, തുടക്കം മുതൽ ഒടുക്കം വരെ ബിസ്മിയിലായിരിക്കണം. രാവിലെ എണീറ്റത് മുതൽ ബിസ്മി ചൊല്ലി തുടങ്ങി രാത്രി വിരിപ്പിലേക്ക് ചെന്നെത്തുന്നത് വരെ നമ്മുടെ ഓരോ അമലുകളും ബിസ്മിയിലായിരിക്കണം തുടങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ ദിവസവും ബിസ്മിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ ആളുകളിൽ, അതിന്റെ അഹ്ലുകാരിൽ റബ്ബ് നമ്മെ ചേർത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.